ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് റിവിഷൻ ചെയ്തൊരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നിന്ന് ഓരോ ചോദ്യങ്ങളിലേക്കും പോകുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ ആയിരിക്കണം ആ ഒരു ഉദ്യോഗാർത്ഥി. അതിന് വേണ്ടത് ഒറ്റ ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, സാറേ റിവിഷന്റെ സമയത്ത് എന്താണ് ഞങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് പറയുന്നത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് റിവിഷന്റെ സമയത്ത് ചെയ്യാനായിട്ടുള്ളത്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഇനിയും റിവിഷനെ കുറിച്ച് ഒരു ഡൗട്ട് അടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് റാങ്ക് ഫയലും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന 75 ഹോട്ട് ടോപ്പിക്സ് 2021 മുതൽ 2024 വരെയുള്ള PSC എക്സാമുകളിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമാണ്. അതായത് ഇന്ന് നിലവിൽ 14 ജില്ലകൾ, അതേപോലെ തന്നെ 28 സംസ്ഥാനങ്ങൾ, 8 യൂണിയൻ ടെറിട്ടറീസ്, പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഓരോ അവാർഡുകൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് സീരീസ് ക്ലാസ് ആണ് ഈ ഒരു നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടെ കൂടിയിട്ട് 75 ഹോട്ട് ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലൈൻ ക്ലാസ് ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ക്ലാസ്സുകളുണ്ട് നിലവിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ, പല പല എഡ്യൂക്കേറ്റേഴ്സിൻ്റെ നിരവധി ക്ലാസ്സുകളുണ്ട്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഫോളോ ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, റിവിഷന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ഏതാന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നാളെ എന്ത് ചെയ്യുക, നാളെ മുതൽ നമ്മുടെ സീരീസ്, ഏറ്റവും പുതിയതായിട്ടൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. LDC 2024 റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസും വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാന്നുള്ളത് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ റാപ്പിഡ് റിവിഷൻ 2024 LDC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലേക്കും പോകാം. ഒന്നാമത്തത് റാങ്ക് ഫയൽ പ്ലസ് PYQ ആണ്. ഏകദേശം 4000-ഓളം പേജസ് വരുന്ന ഒരു റാങ്ക് ഫയൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു PYQ സീരീസ് ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ ഒരു 2000 പേജസ്. ടോട്ടൽ പേജസ് എന്ന് പറയുന്നത് ഒരു 6000 പേജസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, 6000 പേജസ് നിങ്ങൾ ഇരുന്ന് പഠിച്ച് സെറ്റാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നല്ലൊരു റാങ്കിലേക്ക് LDCക്ക് വരാനായിട്ട് സാധിക്കും. കാരണം നിലവിൽ ഇപ്പോൾ ലക്ഷ്യമാണെങ്കിലും ടാലന്റിന്റെ ആണെങ്കിലും റാങ്ക് ഫയൽ എടുത്ത് നോക്കുമ്പോൾ അത്രയും വരുന്ന ഒരു കണ്ടന്റ് അവർക്കുണ്ട്. ഓക്കെ, കാരണം അതിൻ്റെ അകത്ത് SCRT NCRT എല്ലാം ഇൻക്ലൂഡഡ് ആവുമ്പോൾ അങ്ങനെയൊക്കെ വരും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ PYQ സീരീസ് 2021 to 24 എടുത്ത് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു 3000-2000-ഓളം പേജസിൽ ഉൾക്കൊള്ളുന്നതായിരിക്കും PYQ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കണ്ടന്റ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റിവിഷൻ എന്ന് പറയുന്നത് അത് പോസിബിൾ ആണോ എന്നുള്ളത്, കാരണം നല്ല കാര്യമാണ്. കാരണം അത്രയും നല്ല ഒരു റാങ്ക് ഫയലാണ്, അത്രയും കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് LDC സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് മക്കളെ, എന്ത്, ഈ പറയുന്ന റാങ്ക് ഫയൽ നിങ്ങളിരുന്ന് പഠിക്കുക, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് അങ്ങനെ തന്നെ പോയ ആളുകളാണെങ്കിൽ ഇന്ന് അവർക്കൊന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ സംഭവം കിട്ടും, സെറ്റാണ്. ഓക്കെ, അല്ലാത്ത ഒരാൾ പുതിയതായിട്ടുള്ളതും അതേപോലെ ഇനിയും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾ അത് പഠിക്കുന്നതെന്ന് പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങളുടെ ആണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ടൈം എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് ഇനി അതിലേക്ക് എത്ര ദിവസം കൊണ്ട്, അതായത് ചുരുങ്ങിയ ദിവസം, ഏകദേശം 60ഓളം ദിവസം വരുന്ന LDC വരുന്ന ഏറ്റവും അവസാന ജില്ലക്കാർക്ക് വരെയും ഈ ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് പോസിബിൾ ആണോ എന്നുള്ളത്. കാരണം ഒരു 3 ടൈമെങ്കിലും റിവിഷൻ എങ്കിലും കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമാണ് അതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന്
ആലോചിച്ചിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക, നല്ലതാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ, അടുത്തതാണ് 75 ഹോട്ട് ടോപ്പിക്സ് പ്ലസ് CA എന്ന് പറയുന്നത്. അതായത് എന്താണോ നിങ്ങൾക്ക് ഈ പറയുന്ന LDC 2024 പഠിക്കേണ്ടത് അത് മാത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ 75 ഹോട്ട് ടോപ്പിക്സ്. PSC ഇത്രയും നാൾ നടത്തിയ എക്സാമുകൾ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന LDC ട്രിവാൻഡ്രം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 65ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക് 75 ഹോട്ട് ടോപ്പിക്സിൽ നിന്നും വന്നത്. നിങ്ങൾ ഈ 75 ഹോട്ട് ടോപ്പിക്സ് ഒന്ന് എടുത്തിട്ട് ഈ പറയുന്ന റാങ്ക് ഫയലിൽ നോക്കുവോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന നിങ്ങൾ എന്താണ് സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 75 ഹോട്ട് ടോപ്പിക്സ് സെയിം ആണ്. അപ്പോൾ എന്താണ് ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എത്ര ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് വന്നതെന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഇത്രയും ടോപ്പിക്സ് 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഒരു ക്വിക്ക് റിവിഷനിലൂടെ നമുക്ക് ഈ പറയുന്ന LDC 2024 റാപ്പിഡ് റിവിഷനിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനിയും പഠിക്കാത്തൊരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. 20 മാർക്കോളം വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ് മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ ഈ LDC 2024 നല്ലൊരു റാങ്കിലേക്ക് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും നമ്മൾ അവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ് ഓരോ സ്റ്റേറ്റിലും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഓരോരുത്തരുടെയും വകുപ്പുകൾ, അങ്ങനെ എല്ലാം വളരെ വ്യക്തമായിട്ട് എല്ലാ ഹെഡ് ഓഫീസേഴ്സിന്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ്. ഇത് നിങ്ങൾക്ക് ഏകദേശം 35ഓളം വരുന്ന ക്ലാസ്സുകൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു ദിവസം എത്ര ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് മൊത്തം എന്താണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് 7 ദിവസം നിങ്ങൾക്ക് റിവിഷൻ വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കാരണം നിങ്ങൾക്ക് സമയം എത്രയുണ്ടെന്നുള്ളത്. എല്ലാവർക്കും ദൈവം അനുവദിച്ചു വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞത് ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് നിങ്ങളുടെ അടുത്ത് ഒരു 100 മിഠായി നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തിട്ട് തരികയാണ്, അതായത് നിലത്തേക്ക് ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ 100 മിഠായി നിങ്ങൾ എന്ത് ചെയ്യുക, പറക്കിയെടുക്കുക. ഏറ്റവും കൂടുതൽ പറക്കിയെടുക്കുന്ന ആളായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വിൻ ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഏകദേശം ഒരു എന്താണ് 50 അല്ലെങ്കിൽ അല്ല 25 എന്താണ് മിഠായി നിലത്തേക്ക് ഇട്ടതിന് ശേഷം ആ 25 മിഠായി പറക്കിയെടുക്കുന്ന ആളാണ് ഈ ഒരു എന്താണ് മത്സരത്തിൽ വിജയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അതായത് ഈ പറയുന്ന 100 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ 100 എണ്ണം പറക്കിയെടുക്കുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ എന്താണ് 25 മിഠായി തന്നിട്ട് അല്ലെങ്കിൽ ആ 25ൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഈ 25 എണ്ണം പറക്കിയെടുക്കുന്നതാണോ എളുപ്പം? അതാണ് ഈ പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക് ഫയൽ ആൻഡ് 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമാണ് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സും ഈ CAയിലും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. അതായത് എന്താണോ നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാനുള്ള ടൈം കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് 100ഓളം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടത്. കാരണം എന്താണ് ഏകദേശം ഒരു 500 മിഠായും ഇവിടെ ഒരു 75 മിഠായിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അത്രത്തോളം ബൾക്കായിട്ടുള്ള ഒരു സംഭവമാണ് റാങ്ക് ഫയലിലും PYQലും കിടക്കുന്ന 500ഓളം കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആകെ നമുക്ക് വരുന്ന 75 കാര്യങ്ങളുള്ളൂ. ഈ 75 കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതാണോ അല്ലെങ്കിൽ ഈ 500 കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനും എന്തില്ല, നമുക്ക് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. ഓക്കെ, അതായത് ഇതെന്താണ് അതാണ് ഇനി ഓൺലൈൻ ക്ലാസ്സും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടിനും എന്തില്ല, ടൈം ഇല്ല. അതേപോലെ തന്നെ എന്തില്ല, ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തില്ല, പേയ്മെന്റ് ഇല്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ CAയുടെ ക്ലാസ്സും നിങ്ങളുടെ തന്നെ കയ്യിലുണ്ടാവും. ഇതിന്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് 75 ഹോട്ട് ടോപ്പിക്സിന്റെ നോട്ട് PDF ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇരുന്ന് വായിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്ലാസ്സും അതിൻ്റെ കൂടെ കാണാം. ഓക്കെ, ഇനി റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റത്തവണ 1 ടൈം പേയ്മെന്റിൽ നിങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു പേയ്മെന്റ് കൊടുക്കണം. എന്ത് ഈ പറയുന്ന 1000ഓളം രൂപ 1500ഓളം രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ പറയുന്ന റാങ്ക് ഫയൽ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താ
ഇത് ഒറ്റത്തവണ വാങ്ങിയാൽ മതി. ഒറ്റത്തവണ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ നിങ്ങൾ ഒരിക്കലും എന്തില്ല, ഇനി നിങ്ങൾ ഏതൊക്കെ ഗവൺമെന്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, അതായത് കേരള PSC നടത്തുന്ന ഏതൊക്കെ എക്സാമുകൾക്ക് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു LDCയുടെ റാങ്ക് ഫയലും ഒരു പ്രീവിയസ് ഇയർ ബുക്ക്ലെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെയാണ്. അതേപോലെ തന്നെ ഈ 75 ഹോട്ട് ടോപ്പിക്സും ഈ പറയുന്ന CA നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്, അതായത് ഏതൊരു PSC എക്സാമുകൾ നിങ്ങൾ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 50 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതൊരു എക്സാമും. അതായത് കേരള PSC നടത്തുന്ന ഏതൊരു എക്സാം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം യൂസ്ഫുൾ ആയിരിക്കും ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, മാറുന്നുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും വ്യത്യാസമാണ്. അതായത് നിങ്ങൾക്ക് എന്താണ്, ഈ പറയുന്ന 500ഓളം കാര്യങ്ങൾ എന്ന് പറയുന്നത് 1000ഓളം കാര്യങ്ങളാവും. ഓക്കെ, 1000ഓളം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ 1000ഓളം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇതിനൊരു ടൈമുണ്ട്. അതായത് 6 മാസം അല്ലെങ്കിൽ എന്താണ് 7 മാസം അല്ലെങ്കിൽ 10 മാസം 12 മാസം. അപ്പോൾ ആ ടൈമിനുള്ളിൽ നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ഒരു അവൈലബിലിറ്റി, ഇതിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, വാലിഡിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, കട്ടാവുകയാണ്. പിന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്നാണോ നിങ്ങൾക്ക് ഇതിന്റെ ഡ്യൂറേഷൻ തീരുന്നത് അന്ന് എന്ത് ചെയ്യും പറ്റും, ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് അവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും എപ്പോഴും പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നെറ്റ്, അതേപോലെ തന്നെ പലരും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്, നമുക്ക് നെറ്റ് ഇപ്പോൾ സാറേ ഞങ്ങൾക്ക് കുറച്ചുള്ളൂ, ഞങ്ങൾ മൊബൈൽ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്, വൈഫൈ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ എന്താണ്, ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര കണ്ടന്റ് ആണ്, നല്ല ക്ലാസ്സുകളൊക്കെയാണ്. പക്ഷെ ഇത്രയും വലിയ കണ്ടന്റ് 6 ക്ലാസ് 7 ക്ലാസ് ഒക്കെ നമ്മൾ വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈൽ ഡേറ്റ തീരും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇത് വൺ ടൈം പേയ്മെന്റ് അല്ല. ഇതിന് ഓരോ ക്ലാസ്സും, അതായത് ഇപ്പോൾ LD ബാച്ച് കഴിഞ്ഞു, നിങ്ങൾ അടുത്ത് ഡിഗ്രി ലെവലിൽ വരുമ്പോൾ ഡിഗ്രി ലെവലിന് വേറെ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ എന്താണ്, അടുത്ത് CPOക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ്, CPOക്ക് മറ്റൊരു ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇങ്ങനെ എന്താണ്, അത് നിങ്ങൾ വീണ്ടും ഓരോ ബാച്ചിലും ഓരോ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്താന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഈ 3 സോഴ്സസ് ആണ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. കാരണം നമ്മൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. എല്ലാ ക്ലാസ്സുകളും നല്ല ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകൾ മക്കളെ നിങ്ങൾ കാണുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ക്ലാസ്സുകൾ കാണുക. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു ഓർഡർ വേണം. അല്ലാതെ വെറുതെ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ക്ലാസ്സുകൾക്ക് നോട്ട്, ആ ക്ലാസ്സിന്റെ തന്നെ നോട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, അതായത് സാറേ ഇത് നിലവിൽ എന്താണ് നമ്മുടെ ബുക്ക് എന്തായി, ബുക്കിന്റെ കാര്യം എന്നൊക്കെ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ അതിന്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ്, അതായത് ഈ പറയുന്ന നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു ബുക്ക് ഇറക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെങ്കിലും നമുക്കത് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇറക്കും. കാരണം അത്രത്തോളം സിമ്പിളാക്കി ഒരു 500 രൂപയിൽ താഴെ വരുന്ന ഒരു ബുക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ എക്സാമുകളിലും, അതായത് കേരള PSC ഇനി എന്ന് മുതലാണോ ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ തുടങ്ങുന്നത് അന്ന് വരെയുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം അത്രത്തോളം ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് റിപ്പീറ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതിയിട്ടുണ്ട്. കാരണം റിവിഷന്റെ സമയത്ത് നമ്മൾ എന്താണോ പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഈ ടോപ്പിക്സിൽ നിന്നും എക്സാമുകളിൽ നിലവിലിപ്പോൾ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്കിത് എത്രയും പെട്ടെന്ന് റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്തായിരിക്കണം മറ്റൊന്ന്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഏത് സമയത്തും നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 75 ഹോട്ട് ടോപ്പിക്സിന്റെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സിൽ വരാത്ത കുറച്ച് കേരള ഭരണ സംവിധാനത്തിന്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ LDC 2024 റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇതുവരെ നിങ്ങൾ ഒരു കാര്യവും പഠിക്കാത്ത ഫ്രഷ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും അതായത് LDC തിരുവനന്തപുരം പോലെ ഒരു എക്സാം ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 50 മാർക്കിന് മുകളിലേക്ക് വരാൻ പറ്റുമെന്നുള്ള കാര്യം
100% ചെയ്യാൻ. അതായത് തുടക്കക്കാർക്ക് പോലും, അതായത് എന്നാണോ ഈ റാപ്പിഡ് റിവിഷൻ നിങ്ങൾ കണ്ടു കൊടുക്കുന്നത് അവർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 50 മാർക്കിലേക്ക് മുകളിലേക്ക് വരാൻ പറ്റും. ഇതിക്ക് മുന്നേ നമ്മുടെ സീരീസ് മൊത്തമായി കണ്ട് ഒരു 2 ടൈംസ് എങ്കിലും ഇപ്പോഴെങ്കിലും റിവിഷൻ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന 100 റാങ്കിലേക്ക് വന്നിരിക്കും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റിവിഷന്റെ സമയത്ത് ഇനി എന്താണ് നോക്കേണ്ടതെന്നുള്ളത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. റാങ്ക് ഫയൽ വേണോ, PYQ വേണോ, 75 ഹോട്ട് ടോപ്പിക്സ് വേണോ, പ്ലസ് CA വേണോ, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ റിവിഷൻ മതിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ ടിപ്സുകളും അതേപോലെ തന്നെ എന്താണ് റാപ്പിഡ് റിവിഷൻ സീരീസ് നമ്മളെ ഏറ്റവും അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള ടൈം ടേബിൾ എന്താണെന്നുള്ളത് നമ്മുടെ വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലുണ്ടാവും. അപ്പോൾ കിടിലമായിട്ട് തന്നെ എന്ത് ചെയ്യുക മക്കളെ, റിവിഷൻ ചെയ്യുക. ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന അവസാന ചാൻസ് തന്നെയാണ് ഈ LDC 2024 എന്നുള്ളത് തന്നെ മനസ്സിൽ കരുതി മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം നടക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് പൈസ അല്ലെങ്കിൽ ക്യാഷ് ആണ്. അത് നമ്മൾ എന്ന് നമ്മുടെ കയ്യിൽ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുണ്ടാവുന്നോ അന്നാണ് നമ്മുടെ പകുതി പ്രോബ്ലംസും മാറുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം തന്നെ മറ്റൊരു ലെവലിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം. അപ്പോൾ ഈ ഒരു എക്സാമിന് ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള ശബ്ദത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.